ഹലോ, വെൽക്കം ടു ലേൺ ഫ്രഞ്ച് വിത്ത് പാറു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ചിലുള്ള ആർട്ടിക്കിൾസ് ആണ്. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾസിന് 4 ഫോംസ് ഉണ്ട്. അപ്പോൾ ഈ 4 ഫോംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ ഞാൻ ആദ്യം ഇവിടെ എഴുതാം. അപ്പോൾ അത് വായിക്കുന്നത് ലെസ് ആർട്ടിക്കിൾ എന്നാണ് ഇത് വായിക്കുക. എന്ന് വെച്ചാൽ ദി ആർട്ടിക്കിൾസ് എന്നാണ് അർത്ഥം. അപ്പോൾ ആദ്യം നമുക്ക് ദ എന്നുള്ള ആർട്ടിക്കിൾ പഠിക്കാം. THE ദ എന്ന് പറയാൻ ഫ്രഞ്ചുകാർ ഏത് വേർഡാണ് യൂസ് ചെയ്യാൻ നോക്കാം. അതിൽ തന്നെ 3 ഫോംസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ല, ല, ലേ. ഇതെങ്ങനെ വായിക്കുക? ല, ല. ലേ എന്നും വായിക്കരുത്, ല എന്നും വായിക്കരുത്. ല, ല. ചെറുതായിട്ടൊരു ഊകാരം വരും. ല. പക്ഷെ അധികം സ്ട്രെസ് ചെയ്ത് അങ്ങനെ വരുത്തണ്ട കേട്ടോ. ല. അങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുക. ഇതിൻ്റെ 3ന്റെ അർത്ഥം ദ എന്നാണ്. പക്ഷെ ഇതൊക്കെ ഏത് സാഹചര്യത്തിലൊക്കെയാണ് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ല എന്നുള്ള വാക്ക് വരുന്നത് മസ്കുലിൻ ജെൻഡർ വരുമ്പോഴാണ്. മസ്കുലിൻ ജെൻഡറിലാണ് ല എന്ന് വരുന്നത്. ല വരുന്നത് ഫെമിനിൻ ജെൻഡറിന്റെ കൂടെയാണ്. ഓക്കെ, ല, ല. ല വരുന്നത് മസ്കുലിൻ ജെൻഡറും ല വരുന്നത് ഫെമിനിൻ ജെൻഡറിന്റെയും കൂടെയാണ്. ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുന്നേ ഇത് ആദ്യം നമുക്ക് ഏതിൻ്റെ ഒക്കെ കൂടെയാണ് വരുന്നത് എന്നുള്ളത് ആദ്യം പഠിക്കാം. ഇനി ലേ, ഇത് എസ് സൈലന്റ് ആണ് കേട്ടോ. എസ് എന്ന് പറയുന്നത് ഉച്ചരിക്കില്ല. എസ് സൈലന്റ് ആണ്. ലേ എന്നാണ് ഇത് വായിക്കുക. ഇത് രണ്ടിൻ്റെയും പ്ലൂറൽ ഫോമിന്റെ കൂടെ വരുന്നതാണ് ലേ. ഇത് മസ്കുലിൻ ആണെങ്കിലും ശരി, ഫെമിനിൻ ആണെങ്കിലും ശരി, പ്ലൂറൽ ഫോം ആണെങ്കിൽ ദ എന്ന വാക്ക് യൂസ് ചെയ്യണമെങ്കിൽ ലേ ആണ് വരിക. ഓക്കെ, പ്ലൂറൽ ഇറസ്പെക്റ്റീവ് ഓഫ് മസ്കുലിൻ ഓർ ഫെമിനിൻ, ഏത് ജെൻഡർ ആണെങ്കിലും ലേ എന്നാണ് പ്ലൂറൽ ഫോമിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ല എക്സാമ്പിൾ, ല garçon, le garçon, le garçon. അതിന്റെ അർത്ഥം എന്താണ്? ദ ബോയ്. garçon എന്ന് പറഞ്ഞാൽ ബോയ്. നമ്മൾ വൊക്കാബുലറി പഠിക്കും കേട്ടോ. വൊക്കാബുലറി നമുക്ക് പഠിക്കാം. പക്ഷേ ഇതിപ്പോൾ ആർട്ടിക്കിൾസിന്റെ കൂടെ നമ്മൾ കുറച്ച് വൊക്കാബുലറി പഠിക്കുകയാണെങ്കിൽ അത് ഗുണകരമായിരിക്കും. കാരണം അങ്ങനെയും കുറച്ച് വൊക്കാബുലറി നമുക്ക് പഠിക്കാമല്ലോ. എക്സാമ്പിളിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പഠിച്ചു പോകാൻ പറ്റും. അപ്പൊ ല ഗാർസോൺ മസ്കുലിൻ ജെൻഡർ ആയതുകൊണ്ടാണ് നമ്മൾ ല എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് ദ എന്ന മീനിങ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഈ ഗാർസോൺ എഴുതിയപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു ചുനിപ്പുണ്ട്. ചെറിയൊരു ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോമ പോലെ ഒരു സാധനം കാണുന്നില്ലേ? അതെന്താന്നൊക്കെ ഉള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചു തരാം കേട്ടോ. അത് ഇപ്പം നിങ്ങളത് പഠിച്ചിട്ട് ആകെ കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പം അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണെന്നുള്ളത് പഠിക്കാം. അപ്പം ഇങ്ങനെയാണ് ഗാർസോൺ എന്ന് ഇത് വായിക്കുന്നത്. ഗാർസോൺ. ഓക്കെ, മസ്കുലിൻ ജെൻഡറിൽ ദ വരുമ്പോഴുള്ള ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ല ഷിയൻ, ല ഷിയൻ, ല ഷിയൻ. ഷിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡോഗ് എന്നാണ് അർത്ഥം. ഡോഗ് എന്നുള്ള വേർഡ് അവർക്ക് മസ്കുലിൻ ജെൻഡർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ല ഷിയൻ എന്ന് വെച്ചത്. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താണ്? ദ ഡോഗ്. അപ്പൊ 2 എക്സാമ്പിൾസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ല ഗാർസോൺ മീൻസ് ദ ബോയ്, ല ഷിയൻ ദ ഡോഗ്. രണ്ടും മസ്കുലിൻ ജെൻഡർ ആയതുകൊണ്ട് ല വന്നു. ഇനി നമുക്ക് ഫെമിനിൻ ജെൻഡർ എന്താന്ന് നോക്കാം. ഫെമിനിൻ ജെൻഡർ ആവുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ല എന്നാണെന്ന് പറഞ്ഞു അല്ലേ. ല ഇസ് ദ ഫെമിനിൻ വേർഷൻ ഫോർ ദ. ഓക്കെ, ഇനി ലായിൽ നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം.
അപ്പൊ നമ്മള് le garçon എന്ന് പറഞ്ഞു അല്ലെ, ദ ബോയ്. ദ ഗേൾ എന്നിങ്ങനെ പറയും, la fille. ഇതെങ്ങനെ ഉച്ചരിക്കുക? ഫീയ്. അവർക്ക് ഫ്രഞ്ചുകാർക്ക് LL വരുന്ന സമയങ്ങളിൽ LL അടുപ്പിച്ച് വരുമ്പോ അവര് യ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഫീയ്. നമ്മൾ ഇംഗ്ലീഷിൽ ല എന്നല്ലേ പറയാ, അവർക്ക് ല അല്ല, ഇറ്റ്സ് ഫീയ്. അവർക്ക് ഫീയ് എന്നാണ് അതിന്റെ ഉച്ചാരണം വരുന്നത്. ല ഫീയ് മീൻസ് ദ ഗേൾ. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ലാ മെയ്സോൺ. ലാ മെയ്സോൺ. മെയ്സോൺ എന്ന് പറഞ്ഞാൽ ഹോം എന്നാണ് അർത്ഥം. ഹോം അല്ലെങ്കിൽ ഹൗസ് എന്ന മീനിങ് ആണ്. അവർക്ക് ഹോം അല്ലെങ്കിൽ ഹൗസ് എന്നുള്ളത് ഫെമിനിൻ ജെൻഡർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ലാ യൂസ് ചെയ്തത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ദ ഹൗസ്. ഓക്കെ, ദ ലാ മെയ്സോൺ എന്ന് പറഞ്ഞാൽ ദ ഹൗസ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് എന്ത് ജെൻഡർ ആണ്? ഫെമിനിൻ ജെൻഡർ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ലാ ഫീയ് ദ ഗേൾ, ലാ മെയ്സോൺ ദ ഹൗസ്. ഓക്കെ, ഇനി നമ്മൾ പ്ലൂരലിന് എന്താ യൂസ് ചെയ്യാന്ന് പറഞ്ഞു? ലേ എന്നുള്ള വേർഡാണ് എന്ന് പറഞ്ഞു അല്ലെ. ലേ ഫീയ്. ലേ ഫീ. അവർ പ്ലൂരൽ ആക്കുമ്പോൾ ലാസ്റ്റ് ഒരു എസ് ചേർത്ത് കൊടുക്കും, പക്ഷെ അത് ഉച്ചരിക്കില്ല. ഇത് ഈ എസ് ഉച്ചരിക്കില്ല. ഓക്കെ, ലേ ഫീ എന്ന് പറഞ്ഞാൽ ദ ഗേൾസ് എന്നാണ് അർത്ഥം. അപ്പൊ പ്ലൂരൽ ആക്കണമെങ്കിൽ ലേ എസ് അവസാനം ആഡ് ചെയ്യണം. അപ്പൊ ലേ ഫീ എന്ന് പറഞ്ഞാൽ ദ ഗേൾസ്. ഇനി ബോയ്സ് എന്ന് പറയണെങ്കിലോ ലേ ഗാർസോൺ. ഇതിനെ ലാസ്റ്റ് ഒരു എസ് ചേർക്കും, പക്ഷെ എസ് ഉച്ചരിക്കില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ദ ബോയ്സ്. ഓക്കെ, ലെ ഫീ ലെ ഗാർസോൺ. ഇതാണ് പ്ലൂറൽ ഫോം ഓഫ് ദ. ദ എന്ന് നമുക്ക് പ്ലൂറൽ ഫോംസിന്റെ കൂടെ യൂസ് ചെയ്യണമെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, അത് മസ്കുലിൻ ആയാലും ശരി ഫെമിനിൻ ആയാലും ശരി, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ലേ എന്നാണ്. ഓക്കെ, ലേ garçon, the boy, la fille, the girl, les garçons. വായിക്കുന്നത് garçon തന്നെയാണ്, പക്ഷെ എസ് ആഡ് ചെയ്യണം കേട്ടോ. the boys, ലേ ഫീയ് എസ് ആഡ് ചെയ്യണം പ്ലൂറലിന്. ദ ഗേൾസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? ല പറഞ്ഞു മസ്കുലിൻ ജെൻഡർ ആണ്, ല എന്നുള്ളത് ഫെമിനിൻ ജെൻഡർ ആണ്, ലേ എന്നുള്ളത് പ്ലൂറൽ ഫോം ആണ് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. അതായത് ഇതെല്ലാം മീൻ ചെയ്യുന്നത് ദ എന്നാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇതിന് ഇനി ഒരു കാര്യം എക്സെപ്ഷൻ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാനുള്ളത്, ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വൊവൽ അല്ലെങ്കിൽ എച്ചിലാണെങ്കിൽ, വൊവൽ എന്താ അറിയാലോ, AEIOU, അതല്ല എച്ചിലാണ് തുടങ്ങുന്നതെങ്കിൽ, അതായത് ദ എന്നുള്ള വാക്കിന് ചെറിയൊരു വേരിയേഷൻ വരും. ഞാൻ പറഞ്ഞുതരാം അതെന്താന്ന്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം ഇംഗ്ലീഷ് ചെയ്താട്ടോ. ദി ഫ്രണ്ട് ആണെന്ന് വിചാരിക്കും. ദി ഫ്രണ്ട് എന്നുള്ളതിൻ്റെ വാക്ക്, ഫ്രണ്ട് എന്നുള്ളതിൻ്റെ വാക്ക് ആമി എന്നാണ്. അതായത് മെയിൽ ഫ്രണ്ട് ആണെങ്കിലാണ് ആമി എന്ന് വരാം. ഫീമെയിൽ ഫ്രണ്ട് ആണെങ്കിൽ ലാസ്റ്റിൽ ഒരു ഇ കൂടെ വരും. അത് ഇപ്പം ആലോചിക്കണം അതിനെ പറ്റി, അത് പിന്നെ പഠിക്കാം. എന്തായാലും മെയിൽ ഫ്രണ്ട് എന്നുള്ളതിൻ്റെ വാക്ക് ആമി എന്നാണ്. ആമി. നമ്മൾ ആമിക്കബിൾ എന്നൊക്കെ പറയില്ലേ, ഫ്രണ്ട്ലി എന്നുള്ളതിന്, അത് ഈ വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ദ ഫ്രണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഇതൊരു മെയിൽ ഫ്രണ്ടാന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എങ്ങനെ എഴുതും? ല്. മെയിൽ ആയതുകൊണ്ട് ല് ആമി. ഇങ്ങനെ ആയിരിക്കും നമ്മൾ എഴുതുക അല്ലേ? പക്ഷെ ഇങ്ങനെ അല്ല ഇത് എഴുതേണ്ടത്. എങ്ങനെയാണ് എഴുതേണ്ടത്?
ഇ വരും. ദിസ് ഇസ് റോങ്. ഇങ്ങനെയല്ല എഴുതേണ്ടത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വേർഡ് തുടങ്ങുന്നത് ഒരു വവ്വലിലാണ് അല്ലേ, ഒരു വവ്വൽ എയിലാണ് തുടങ്ങുന്നത്. അപ്പൊ എന്താവെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഓർമ്മയുണ്ടോ? സീൽ വൂ പ്ലേ പഠിച്ചപ്പോൾ സീൽ വൂ പ്ലേ എങ്ങനെയാണ് വന്നത്? സീൽ എന്നുള്ള വാക്ക് എങ്ങനെയാണ് വന്നത്? സി പ്ലസ് ഈൽ ആണ് സീൽ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. സെയിം അപ്ലൈസ് ഹിയർ. അതായത് ഈ എ എന്നുള്ളത് അടുപ്പിച്ച് വന്നപ്പോൾ ആദ്യത്തെ ലെറ്റർ കട്ടായി പോകും. അതായത് ഇത് കട്ടായിട്ട് അതിന് പകരം അപ്പോസ്ട്രോഫി വരും, ഈ ഫോമിലേക്ക് മാറും. ഇതാണ് ശരിയായ ഫോം. ഓക്കെ, ഇതാ സീൽ വൂ പ്ലേ ആലോചിച്ചാൽ മതി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ചാൽ മതി. അതായത് ഇത് രണ്ടും അടുപ്പിച്ച് വരികയാണെങ്കിൽ, ഈ വേർഡ് തുടങ്ങുന്നത് ഒരു വവലിലാണെങ്കിൽ അല്ലെങ്കിൽ എച്ചിലാണെങ്കിൽ, എച്ച് ഞാനിപ്പോൾ പറഞ്ഞുതരാം, ആണെങ്കിൽ ആദ്യത്തെ ഈ ഇ ഇല്ലേ അത് വെട്ടിയിട്ട് അപ്പോസ്ട്രോഫി വരും, ബാക്കി ആമി അങ്ങനെ എഴുതി കൊടുത്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അത് ഓർത്ത് വെക്കണം. ഇനി എച്ചിന്റെ കാര്യം നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ലാമി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ദ ഫ്രണ്ട്, അതായത് മെയിൽ ഫ്രണ്ട് ആണെങ്കിൽ എങ്ങനെ വരും? ലാമി. ഇത് മെയിൽ ഫ്രണ്ട് ആണെങ്കിൽ കേട്ടോ, ഇത് എങ്ങനെയായത്? അതായത് ല പ്ലസ് ആമി, ഇതാണ് ഇങ്ങനെയായത്. ഓക്കെ, ഇനി ഫീമെയിൽ ഫ്രണ്ട് ആണെങ്കിലോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫീമെയിൽ ഫ്രണ്ട് ആണെങ്കിൽ എന്ത് വരും? സെയിം റൂൾ തന്നെയാണ്, പക്ഷേ ലാസ്റ്റിലൊരു, അത് എന്തുകൊണ്ടാണ്? ഫീമെയിൽ, ഇവരധികവും ഫീമെയിൽ ആക്കാൻ ലാസ്റ്റിൽ ഒരു എൻഡിൽ ഇ വെച്ച് കൊടുക്കും. അതാണ് അവർ ഫീമെയിൽ ആക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ഇതെങ്ങനെയാണ് വന്നത്? ല പ്ലസ് ആമി അല്ല, പക്ഷെ ല പ്ലസ് ആമി. ഇത് നിങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കണ്ട. ഇത് ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, ദ അവർ എന്ന് എങ്ങനെ പറയാൻ നോക്കാം. ദ അവർ, അവർ എന്നുള്ളത് അവർക്ക് ഫെമിനിൻ ജെൻഡർ ആണ്. ഓക്കെ, ലെഹ് ലെഹ് എഹ് എന്നുള്ള വാക്കാണ് അവർക്ക് അവർ എന്നുള്ളതിന്റെ മീനിങ്. ഇതാണ് അവർ എന്നുള്ളതിന് അവർ പറയും എഹ്. അത് വായിക്കാം, പ്രൊനൗൺസ് ചെയ്യുക എഹ് എഹ് എന്നാണ്. ഓക്കെ, ഇനി ദ അവർ എന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ട് ല എഹ് എന്നാണ് വരിക, പക്ഷേ ല പ്ലസ് എഹ് എന്നാണ് വരിക. പക്ഷേ എന്താ നമ്മൾ പഠിച്ച റൂള്? ഇത് എന്തുകൊണ്ടാണ് ല വന്നത് മനസ്സിലായില്ലേ? എഹ് എന്നുള്ളത് ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ട്, ഫെമിനിൻ ജെൻഡർ എപ്പോൾ വരുമ്പോഴും നമ്മൾ ല എന്ന ദ ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇത് കൂടി ചേരുമ്പോൾ എന്താവും? നമ്മൾ പഠിച്ച റൂൾ ലെഹ് ലെഹ് എന്നായി മാറും. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ 3 ഫോംസ് ആണ് പഠിച്ചത്, പ്ലസ് ഒരു റൂളും പഠിച്ചു. അതായത് എന്ത് വരും? ലാമി ലാമി. ഇത് മസ്കുലിൻ ജെൻഡർ, ഇത് ഫെമിനിൻ ജെൻഡർ. അപ്പൊ രണ്ടിന്റെ അർത്ഥം എന്താണ്? ദ ഫ്രണ്ട് എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിച്ചു വയ്ക്കുക. ഞാൻ കുറേ എടുത്തിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അതുകൊണ്ട് കുറച്ചായിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ ഇന്ന് നമ്മൾ ദ പഠിച്ചു, കാരണം ഇത തന്നെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പം എയും ആനും എന്താന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു അവിയിൽ പരിവാവും. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.